ഹായ് ഹലോ കൂട്ടുകാരെ, സ്വാന്തനം 2-ന്റെ ഇന്നത്തെ എപ്പിസോഡ് കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആര്യൻ മദ്യപിച്ച കാര്യം ബാലന് മനസ്സിലായിട്ടും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആര്യന് നാണക്കേടുണ്ടാകണ്ട എന്ന് കരുതി ബാലൻ പറയുന്നില്ല. റൂമിലെത്തിയ ഗോമതിയോട് ഇക്കാര്യം ബാലൻ തുറന്നു പറയുകയാണ്. ഇപ്പോൾ അവൻ മദ്യപിച്ചത് ഞാൻ ക്ഷമിച്ചു, പക്ഷേ ഇനി അവൻ മദ്യപിച്ച് വരികയാണെങ്കിൽ അവൻ എൻ്റെ തനി സ്വഭാവം കാണുമെന്ന് ഗോമതിയോട് ബാലൻ പറയുന്നു. മക്കളെ വേർതിരിച്ച് കാണരുതെന്നും മക്കളെ വേർതിരിച്ച് കാണുകയും ആര്യനെ കൂടുതൽ ശാസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആര്യൻ ഈ രീതിയിൽ നടക്കുന്നത് എന്നും ബാലനോട് ഗോമതി പറയുകയാണ്. ഇതിനിടയിൽ രാത്രി ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ട് ബാലൻ അങ്ങോട്ട് ചെന്നു. നോക്കിയപ്പോൾ ബാലച്ച ബാലച്ച എന്നും വിളിച്ചുകൊണ്ട് ശ്രീദേവിയാണ് വരുന്നത്. ബാലൻ കതവ് തുറന്നു കൊടുത്തു. ശ്രീദേവി അകത്ത് കയറി. ബാലനോട് ശ്രീദേവി പറഞ്ഞു, ബാലച്ച എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഒരു കാര്യം അറിയാനാണ് വന്നത്. ബാലച്ചൻ പറഞ്ഞു, പറയൂ മോളെ, നിനക്ക് എന്താ അറിയേണ്ടത്? അപ്പോൾ ശ്രീദേവി പറയുകയാണ്, ആര്യൻ ഇന്ന് യഥാർത്ഥത്തിൽ കുടിച്ചിട്ടില്ലായിരുന്നോ? അപ്പോൾ ബാലച്ചൻ പറഞ്ഞു, ഇല്ല മോളെ, ആര്യൻ കുടിച്ചില്ലായിരുന്നു. അവനൊരു ജ്യൂസ് കുടിച്ചതാകാം, അതിൻ്റെ വാടയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലായിരിക്കും നിനക്ക് തോന്നിയത്. ഇതൊക്കെ കേട്ടിട്ട് ശ്രീദേവിക്ക് വിശ്വാസമായില്ല. ശ്രീദേവി വീണ്ടും കുത്തി ചോദിക്കുകയാണ്, ആര്യൻ കുടിച്ചിട്ടില്ലായിരുന്നോ ബാലച്ച എന്ന്. ഇതും കൂടെ കണ്ടപ്പോൾ ഗോമതിക്ക് ദേഷ്യം വന്നു. നിനക്ക് എന്തൊക്കെ അറിയണം? രാത്രിയായില്ലേ, പോയി കിടന്നുറങ്ങിക്കൂടെ? ആര്യൻ്റെ കാര്യം നോക്കാൻ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ എന്നും പറഞ്ഞ് ഗോമതി ശ്രീദേവിയെ വഴക്കു പറയുന്നു. ഗോമതിയുടെ കയ്യിൽ നിന്നും നല്ല ഡോസ് കിട്ടിയപ്പോൾ ശ്രീദേവി പയ്യനെ സ്ഥലം കാലിയാക്കി. ഇതേസമയം ആര്യൻ ടെറസിൽ എല്ലാ ചേട്ടന്മാരെയും കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരൊക്കെ വന്നു. ചേട്ടന്മാർ വന്നതോടുകൂടി ആര്യൻ വീമ്പിളക്കം തുടങ്ങി. എനിക്കൊരു ബിസിനസ് ആരംഭിക്കണമെന്നും ഞാനിനി നല്ലവനാവാൻ പോവുകയാണെന്നും കൂടാതെ കള്ളുകുടിയൊക്കെ നിർത്താൻ പോവുകയാണെന്നും അച്ഛൻ്റെ മുന്നിൽ ഇനിയൊരു നല്ല പിള്ളയാകണമെന്നുമൊക്കെ ആര്യൻ പറയുന്നു. ഇത് കേട്ട് ബാക്കിയുള്ള എല്ലാവരും ആര്യനെ ചെറിയ രീതിയിലെങ്കിലും കളിയാക്കുന്നുമുണ്ട്. പിന്നീട് എല്ലാവരും ടെറസിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്ത് മിത്ര അങ്ങോട്ട് വന്നു. ആര്യൻ മിത്രയോട് പറഞ്ഞു, മിത്ര, ഞാനിന്ന് ടെറസിൽ കിടക്കുവാണ്, നീ താഴെ പോയി മീനാക്ഷിയോടുകൂടെ കിടന്നു. അത് കേട്ട് മിത്ര, ശരി, ഇത് ടെറസിൽ കിടന്നോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് മിത്ര മീനാക്ഷിയുടെ അടുത്തേക്ക് കിടക്കാൻ പോയി. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശ്രീദേവി വന്നു നോക്കിയപ്പോൾ ആനന്ദേട്ട കിടക്കാൻ വരുന്നില്ലേ എന്നും പറഞ്ഞ് ശ്രീദേവി ആനന്ദിനെ വിളിക്കുകയാണ്. ആനന്ദ് പറഞ്ഞു, ഒരല്പനേരം കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചോട്ടെ, ശ്രീദേവി പോയി കിടന്നു, ഞാൻ ഒത്തിയേക്കാം. അപ്പോൾ ശ്രീദേവി, ഉറപ്പായിട്ടും വരണേ ചേട്ടാ, ഞാൻ കാത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവിയും അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് മീനാക്ഷിയുടെ റൂമിലേക്ക് എത്തിയ മിത്രയാണ്. മിത്ര കിടക്കാനുള്ള ബെഡ്ഷീറ്റും പില്ലോയും ഒക്കെ ആയിട്ട് മീനാക്ഷിയുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ മീനാക്ഷിയോട് മിത്ര ഒരു സത്യം പറയുകയാണ്. എനിക്ക് ആര്യനുമായിട്ട് ഫിസിക്കൽ റിലേഷനൊന്നും, അല്ലെങ്കിൽ ഞാനും ആര്യനും ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല ജീവിക്കുന്നത്. ഞങ്ങളെപ്പോഴും അന്യരെ കണക്കാണ് ജീവിക്കുന്നത്. എന്നാലും ഞങ്ങളുടെ ഇടയിൽ സ്നേഹവുമുണ്ട്. അതുകൊണ്ട് ആര്യൻ്റെ അടുത്ത് കിടന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മിത്ര പറയുകയാണ്. അത് കേട്ട് മീനാക്ഷിയും പറയുന്നുണ്ട്, എനിക്കങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് സ്നേഹനിധിയായ ഒരു അമ്മായിയമ്മയും അമ്മായി അച്ഛനും കൂടാതെ നല്ല സ്നേഹം തരുന്ന ഒരു ഭർത്താവും ഒരു ക്യൂട്ട് അനുജത്തിയുമുണ്ട്. നമ്മൾക്ക് കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷിയും മിത്രയും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിടക്കുകയാണ്. ഇതേസമയം ശ്രീദേവി വീണ്ടും ടെറസിലേക്ക് വരികയാണ്. ശ്രീദേവിയുടെ ഏറ്റവും വലിയ സംശയം ആര്യനോട് കൂടി ആനന്ദും കുടി തുടങ്ങിയോ എന്നാണ്. ഇനി കുടിക്കാനായിട്ടാണോ ടെറസിൽ ഇരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാനാണ് ശ്രീദേവി വരുന്നത്. ശ്രീദേവി വരുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ശ്രീദേവി ആനന്ദിനെ ഉണർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആനന്ദ് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ്. ഇതിനിടയിൽ ധർമ്മൻ ആനന്ദിനെ ഉറക്കത്തിനിടയിൽ കെട്ടിപ്പിടിക്കുക കൂടി ചെയ്യുന്നുണ്ട്. എത്ര ഉണർത്താൻ ശ്രമിച്ചിട്ടും ഉണരാത്തത് കൊണ്ട് ശ്രീദേവിക്ക് ദേഷ്യം വന്നു. ഉടനെ ശ്രീദേവി താഴെ റൂമിലെത്തിയതിന് ശേഷം അമ്മയെ ഫോൺ ചെയ്ത് പറയുകയാണ്, ഇവിടെ ആര്യൻ കള്ളു കുടിച്ചു വന്നു, എന്നിട്ട് ബാലച്ചനും എല്ലാവരും കൂടി ആര്യനെ രക്ഷിച്ചു. എല്ലാവരും പറയുന്നത് ആര്യൻ ജ്യൂസ് കുടിച്ച് വന്നിട്ടുള്ളതാണെന്ന്. നമ്മുടെ അച്ഛനെയും കാട്ടിയും വലിയ കൂടിയാണ് ആര്യൻ. ഇനി ആനന്ദേട്ടനും കൂടെ ആര്യൻ്റെ കൂടെ ചേർന്ന് കള്ളുകൂടി തുടങ്ങുമോ എന്നാണ് എൻ്റെ പേടി. അപ്പോൾ ശ്രീദേവിയുടെ അമ്മ പറഞ്ഞു, മോളെ, നീ ഇപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, കിടന്നുറങ്ങാൻ നോക്ക്, 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം, ഇതിനുള്ള എല്ലാ പരിഹാരങ്ങളും ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നിടത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.